കൊലയെ ചുമ്മിക്കൊണ്ട് ഒരു സെക്കൻഡ്, വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിൽ മെമ്പറാകാൻ മറക്കല്ലേ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഗായ്സ്, ഇന്ന് നമ്മുടെ ചെറുക്കൻ്റെ ബർത്ത്ഡേ ആദർശന്റെ. ഗായ്സ്, നമ്മൾ അങ്ങോട്ടല്ലേ വിഷ് ചെയ്യണ്ടേ. ആളെ രാവിലെ തന്നെ വിളിച്ചു, ഞാനങ്ങ് വിട്ടുപോയി. അവൻ ഒരു മാസം മുമ്പേ പറഞ്ഞ സംഭവമാണ്. ഞാൻ വിട്ടുപോയി. നീ ഓർത്തായിരുന്നു? അവർ രാവിലെ വിളിച്ചു. അല്ല, എല്ലാവർക്കും അവിടെ വിളിച്ചിട്ട് കട്ട് ചെയ്തത്, വെച്ചിട്ട് പോടാതെ കട്ട് ചെയ്ത്. രണ്ടാമത് ഇവനെ എന്നെ കൂടെ വിളിച്ചിട്ട് അന്നേരം ഇവൻ കയറി പറഞ്ഞ് എടാ ഹാപ്പി ബർത്ത്ഡേ മറന്നു വേടാ. അന്നേരം ഞാനും ഓർത്തേ. പിന്നെ അവൻ വീട്ടിലോട്ട് വിളിച്ചിട്ടുണ്ട്, എന്തോടാ നമുക്ക് ചിലവൊക്കെ തരാണ്ട്. എത്ര അവിടെ ചിലവ് പഴക്കച്ച് തന്നേരം അവരെ കൊല്ലും. പക്ഷെ അതിനു മുമ്പ് നമുക്ക് അവന് ഗിഫ്റ്റും പിന്നെന്തോ ആചാരം മര്യാദകളും ഒക്കെ കൊടുക്കണം. അത് കൂട്ടുകാരാകുമ്പോൾ നമ്മൾ ബർത്ത്ഡേക്ക് എല്ലാ കൂട്ടുകാരും ചെയ്യുന്ന സംഭവം അല്ലടാ ആ രീതി. പക്ഷെ നമ്മൾ ഇന്ന് അവന് ഗിഫ്റ്റ് കൊടുക്കുന്ന വേറൊരു സംഭവം. പക്ഷെ ഇത് ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല. കൊടുക്കുന്നത് അങ്ങനെ കൊടുത്തിട്ടുണ്ടാകും, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. നീ ഉണ്ടോ? ഇല്ല, ഞാനും കണ്ടിട്ടില്ല. അതും ഒരു ഐറ്റം നമ്മൾ കൊടുക്കാൻ മതി. കാണിച്ചടാ, ഇന്ന് നമ്മളൊരു കൊല കൊടുക്കാൻ മതി. കൊല എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കൊല, അവന് പറ്റിയ കൊല. അവന്റെ ബർത്ത്ഡേ അത് പറഞ്ഞപ്പോ തന്നെ അന്നേരം തന്നെ ഒടിഞ്ഞു വീണ വാഴയാ. പക്ഷെ രണ്ട് പഴം ഉണ്ട് കേട്ടോ. ഇത് അവനെ കൊണ്ട് തീറ്റിക്കണം. ഈ 2 പഴം അവരെ കൊണ്ട് തീറ്റിക്കണം. അപ്പൊ ഈ കൊണ്ട് അവന്റെ വീണ്ടും താഴട്ടോ. നമ്മുടെ പഴയ വീഡിയോക്കകത്തൊക്കെ കാണിച്ചിട്ടുണ്ട്. അവന്റെ വീടും വെള്ള ഷർട്ട. അടാ ആചാര മര്യാദയുടെ സാധനം എടുത്ത് ഇത് 2 വെക്കട്ടെ. ഓ, കൈവരെ എടുക്കുന്നത് എന്ത് മുട്ടയല്ലേ. നമ്മുടെ രാഹുൽ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ വരുവാണെങ്കിൽ അവൻ കുറച്ച് സാധനം മേടിച്ചോണ്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഗൈസ്, നമുക്ക് അവന്റെ വീട്ടിലോട്ട് പോകാം. വീട്ടിലോട്ട് പോയിട്ട് ഈ കൊല അവന് സമ്മാനിക്കണം. ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞാൽ കൊല കൊടുക്കുന്ന ഒരു പാട്ടൊക്കെ കേട്ടോ. അപ്പൊ നമുക്ക് താട്ടോ ഇത്ര എടാ എന്തൊരു കാര്യം പറയാൻ വന്നായിരുന്നു. ഒന്നുമില്ല ഗൈസ്. അപ്പൊ നമുക്ക് താഴെ ചെന്നിട്ട് കാണാം കേട്ടോ. ഞാൻ നടക്കുന്നോണ്ടായിരുന്നു ക്യാമറ ഇങ്ങനെ വെട്ടുന്നത്. അങ്ങനെ വെട്ടുന്നത് കേട്ടല്ലോ. താഴെ ചെന്നിട്ട് കാണാം. കൊലയും ചുമ്മിക്കൊണ്ട് കൂട്ടുകാരൻ്റെ അടുക്കലേക്ക് ഒരു അക്ഷയ്. ഗൈസ്, നമ്മളിപ്പോ ഈ പഴക്കൊല കൊണ്ടുവന്ന് ചേച്ചി തന്നെ ചോദിച്ച് കൂട്ടുകാരൻ പഴക്കൊലയാണ് കൊടുക്കുന്നത്. അത് പിടിക്കാത്തില്ല. ഞാനിങ്ങനെ ചുമ്മാ നടന്നു പോയായിരുന്നു. പെട്ടെന്ന് അറിഞ്ഞില്ല ഈ വളവ് തിരിഞ്ഞിങ്ങനെ വരുമായിരുന്നു. അന്നേരം ചേച്ചി കയറിയത് ഒക്കെ വിറ്റ് താരമായിരുന്നു. അവനവിടെ കാണുക. നമ്മുടെ ഈ വീട് കഴിഞ്ഞ പിന്നെ അവനവിടെ നിന്ന് സുഖമായിട്ട് കാണാണ്ട് അവിടെ കണ്ടവൻ്റെ വീട് എല്ലാവരും ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനെ കാണാം. എടാ, ഈ കൊല എന്താ ചെയ്യുന്നത്? ആണോ? പോസ്റ്റ് ഉണ്ട് അവിടെ. ആരണ്ടൊക്കെ ഉണ്ട് കേട്ടോ. സൗണ്ട് കേൾക്കും. അക്ഷയ് ബാ പോ. അവനകത്താന്ന് തോന്നുന്നു. പുറത്തായിരുന്നു. ഇപ്പൊ ഇല്ല. ചെല്ലുന്ന അങ്ങ് ദൂരെ നിന്ന് കാണുവൻ. അക്ഷയ് പഴക്കൊലം കൊണ്ട് പോന്നു. അത് തന്നെ. എടാ, കൊടുത്തു കഴിഞ്ഞിട്ട് അഭ്യർത്ഥന കാണണം കേട്ടോ. അറുപതല്ലേ ആദ്യമായി ബർത്ത്ഡേക്ക്. അത് പഴക്കൊല്ലെന്ന് പറയാക്കത്തില്ല, ഇത് ഒരു പൊട്ടുകലയാണ്. കണ്ടോ? അവൻ്റെ അനിയത്തി കണ്ടേ. അതാണ് അവൻ്റെ. അവിടെ ഞാൻ കൂടെ വരാം, അല്ലെങ്കിൽ അവൻ ചെറുപ്പം സൈഡിൽ നിന്ന് കാണും. ആദർശേ അങ്ങനെ വെച്ചോ. ആർച്ച് ബാമത്തെ ഇന്ന് വരെ ആരും ഒരു കൂട്ടുകാരനെ ഇങ്ങനത്തെ പ്രത്യേക നടത്തില്ല. ഹാപ്പി ബർത്ത്ഡേ. എന്റെ വീട്ടിലെ കൊല്ലയാണ്. ഞാൻ നോക്കി വെച്ച സാധനം ഞാൻ തന്നെ അടിച്ചോണ്ട് വന്നു. എനിക്ക് കൊല തന്നിരിക്കും, ഞാൻ തിരിച്ച് നിനക്ക് എന്തെങ്കിലും തരണ്ടേ? എനിക്ക് വലിയ കൊല നിനക്ക് വേണ്ടിയുള്ള ഈ 2 പഴം തിന്നണം നീ. അതൊക്കെ സൂം ചെയ്തിട്ട് അന്നേരം കാണത്തില്ല. അയ്യോ, രാഹുൽ വിളിച്ചായിരുന്നോടാ?
അയ്യോ വിളിച്ചോ അച്ഛൻ ഫോൺ ഞാൻ വിളിച്ചു ഞാൻ വരുവാന്ന്. ആ പോട്ടെ, തീർച്ചയായും നിനക്ക് സന്തോഷമായിടാ. ഭയങ്കര സന്തോഷം വെച്ചേക്കുന്നോ. ആഹാ വേറെ ഇരിക്കുന്നത്. A few moments later. ആദർശ് വിളിച്ചു വരുത്തിയിട്ട് കുറെ നേരമായിട്ട് ഇവിടെ ഇരുത്തിയേക്കോ കേട്ടോ. സാധനമൊന്നും ശരിയാകുന്നില്ല. എന്തോ സാധനം സെറ്റ് ആകുന്നതേ ഉള്ളൂ. അക്ഷയ് ഇവൻ എത്ര നേരം നമ്മൾ ഇങ്ങനെ ഇരുത്തുവാണേ. അതെ അതെ ഇങ്ങോട്ട് നോക്കി കണ്ടോ വെള്ള തേഞ്ഞു തോണ്ടി 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 സമയം പോയിക്കൊണ്ടിരിക്കുന്നു. അക്ഷയുടെ കമ്പനികളെ ഒക്കെ അവൻ തോണ്ടിവെക്കൊണ്ടിരിക്കുകയാണ്. വേറൊരു കാര്യം ഗൈസ്, ബർത്ത്ഡേക്ക് വിളിച്ചിട്ട് കേക്കില്ലാത്ത ബർത്ത്ഡേയാ. നാണമുണ്ടോ? നാണം മേടിക്കാൻ പറഞ്ഞു ഏതാ പിന്നെ കേക്ക് മേടിക്കാൻ പറഞ്ഞത് കേട്ടോ. ബർത്ത്ഡേക്ക് കേക്ക് മേടിക്കാറുണ്ട്. കേക്ക് പറഞ്ഞത് പിന്നെ അങ്ങോട്ട് കയറി പോയി ചെങ്ങന്നൂരൊക്കെ പോകാൻ വയ്യ, അതുകൊണ്ട് പിന്നെ മേടിച്ചില്ല. അതുകൊണ്ട് ഇതെല്ലാം ഒതുക്കി കേട്ടോ. ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിന് ഞാൻ അച്ചാറുകളൊക്കെ കൊടുക്കുന്നു. ബർത്ത്ഡേക്ക് വിളിച്ചിട്ട് ഇത് മാത്രം ഒതുക്കല്ലേ കേട്ടോ. ആദർശേ ഒതുക്കുന്നില്ല, എന്നെ വെള്ളം കൂടെ തന്നു. ഇവനെന്തോടാ ചെയ്യണ്ടേ? പപ്പടം എടുത്തെറിയ, പപ്പടം എടുത്തെറിഞ്ഞ് ഇങ്ങനെ എടുത്തെറിയണം. അത് ഒരു കേക്ക് പോലും മേടിച്ചില്ലല്ലോടാ, മോശമായിപ്പോടാ. ഒന്നാം തരം ബിരിയാണി ആദർശിന്റെ അമ്മയുടെ കുക്കിംഗ് ആണ്. ഞങ്ങളൊന്ന് കഴിച്ചിട്ട് വരാം കേട്ടോ. ടാറ്റാ ഗൈസ്. അങ്ങനെ നമ്മൾ രാഹുൽ വന്നിട്ടുണ്ട്. രാഹുല് ഇടയ്ക്ക് ഉച്ചക്കൊക്കെ വന്നായിരുന്നു. ഇപ്പൊ നമ്മൾ വൈകുന്നേരമായി. നമ്മൾ വീഡിയോ ജസ്റ്റ് നിർത്താൻ പോവാണ്. അന്നേരത്തേക്കും രാവിലെ തിരിച്ചു കണ്ടിട്ടുണ്ട്. അവൻ വേറെ എവിടെ പോയാ. ഉച്ചയ്ക്ക് വന്നായിരുന്നു. ആദർശ് ഇവിടെ ഉണ്ട്. ആദർശ കൊല എന്തിയാ പഴുത്ത് കഴിയുമ്പോ പറയണേ, ഞാൻ വന്ന് തിരിച്ചെടുത്തു. അത് തന്നെ. ബാബാ നമുക്ക് സ്പോട്ടിലോട്ട് പോവാം. എല്ലാരും ഞാനും എന്റെ സബ്സ്ക്രൈബേഴ്സും ഇവിടെ ഒറ്റയ്ക്ക് മതി. അവന്മാരെ പോസ്റ്റിനോട് വെച്ച് കെട്ടാൻ പോകട്ടോ. ഫോട്ടോ എടുക്കാനാന്നൊക്കെ വിചാരിച്ചു. അതാണ് പിടിച്ചു ആ എടാ കെട്ട് അതിനോട് പിടിച്ച് കെട്ടേട്ടെ അല്ലെ കയ്യിൽ പിടിച്ചു പറ. മുട്ട എടുത്തിട്ടോ. ഇവിടെ കണ്ട അയ്യോ എവിടെ പൂറ്റിയ മറു അയ്യോ മുട്ട പൊട്ടിയോ? ഇല്ല കുഴപ്പമില്ല. രാഹുലേ, നിന്റെ ബർത്ത്ഡേ എങ്ങനെയായിരുന്നു? ഇത് രാഹുലിന്റെ ബർത്ത്ഡേ ആയിരുന്നു. നമ്മള് വ്ളോഗിൽ ആദ്യത്തെ ബർത്ത്ഡേ രാഹുലിന്റെ ആയിരുന്നു. അല്ല രാഹുലേ? അല്ല ഞാൻ വന്നു കഴിഞ്ഞാൽ പിടിച്ചു കെട്ടു, ഉറപ്പാണ് കേട്ടോ. ഞാൻ നിന്ന് തരാം. വീട് അവൻ നിന്ന് തരും. നമുക്ക് ആരംഭിക്കാം. വീട്ടിൽ കൊണ്ട് പിടിച്ച് ഇവരെ അടിച്ച് കളയാടാ വെറുതെ. ഞാൻ മഞ്ഞപ്പൊടി ഇതിനകത്ത് എടുത്ത് വെച്ചു. എടാ നോർത്ത് നല്ല വിങ്കോസിന് സാധനം മേടിച്ചേക്കുന്നത്. എടാ കഴിഞ്ഞൊക്കെയാണോ? കുഴപ്പമില്ലടാ, എക്സ്പീരിയൻസ് കഴിഞ്ഞല്ലോ കേട്ടോ. നിനക്ക് നല്ല സാധനം ഞങ്ങൾ തരത്തുള്ളൂ, പേടിക്കണ്ട. അല്ല രാഹുലിനാണെന്ന് പറഞ്ഞില്ല, കാരണം അവന്റെ ബർത്ത്ഡേക്ക് ഞാൻ മഞ്ഞൾ കൊടുത്തു, അവൻ തിരിച്ചു വരുന്നു. ഞങ്ങളൊരു ഗിവ് ആൻഡ് ടേക്ക് പരിപാടി വേണ്ട. നമ്മുടെ പതുക്കടിയടാ, എന്തുവായാലും ദേഹത്ത് തന്നെ അല്ലേ. അങ്ങോട്ട് ഒഴി അങ്ങോട്ട്. മോനെ നീ ചേട്ടൻ സബ്സ്ക്രൈബ് പിന്നെ മുട്ടക്ക് അത്ര വലിയ വരുവാടാ. മുട്ടക്കൊക്കെ എന്നാ വാടക. പിന്നെ എടാ പൊട്ടുന്നില്ലല്ലോടാ ഭാഗ്യവാന്. ഇനിയാണ് ആദർശിന്റെ പൂജ കർമ്മങ്ങൾ നടക്കുന്നത്. ഏറ്റവും ഫൈനൽ ആയിട്ടുള്ള നിമിഷം. വാവ് ആദർശ് കാടൊക്കെ പറിച്ചിരിക്കുന്നത് അക്ഷയ്. വാവ് എടാ അവിടെ ഇട്ടിടാതെ. ഓ ഇന്ന് ആദർശ് വെളുക്കും കേട്ടോ. എടുത്ത് സുന്ദരനാവും. കുടുംബശ്രീന്ന് വിളിച്ചായിരുന്നു പണിക്ക്. ഹായ് എന്ത് രസം. അനങ്ങല്ലേ ഇനി ഇവിടുന്ന് അങ്ങോട്ട് പടയാനുണ്ട് ആദർശിന്റെ. ആദർശിനെ തുള്ളിച്ചോണ്ട് പോകണം ഇവിടുന്ന് അങ്ങോട്ട്. അല്ലടാ നിങ്ങള് കൊറേ പേര് വീഡിയോ കാണുന്നുണ്ട്, എന്നാലും നിങ്ങൾ അത് ലൈക്ക് ചെയ്യുന്നില്ല കേട്ടോ. ലൈക്ക് കൂടെ ചെയ്യണം കേട്ടോ. നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്യുന്ന ഇത്രയും കുൽസിത പ്രവർത്തികൾക്ക് നിങ്ങൾ എന്ത് ലൈക്ക് നൽകുന്നില്ല.
താത്ത കാണും. ആദർശ, അപ്പൊ നീ രാവിലെ വിളിച്ചപ്പോ ഇതുപോലെ എന്തെങ്കിലും നീ പ്രതീക്ഷിച്ചിരുന്നു? പിന്നെ രാവിലെ ഇത് പ്രതീക്ഷിച്ചിരിക്കും. അത് നമ്മള് സാധാരണ ചെയ്യുന്ന കൊണ്ട് നമ്മുടെ കൂട്ടുകാരെല്ലാരും ചെയ്യുന്ന സംഭവം തന്നെ അല്ലടാ. മുട്ട അടിക്കുകയും ഈ സംഭവങ്ങളല്ല. അല്ലാതെ നീ എന്തേലും ഈ ഗിഫ്റ്റ് ഞങ്ങളുടെ കൊല അത് എക്സ്പെക്ട് ചെയ്തില്ല. ഇതിന് ഇല്ലായിരുന്നല്ലേ? പക്ഷെ ഞങ്ങൾ വെറൈറ്റി അല്ലടാ അക്ഷയ്. അത് നമ്മുടെ മാത്രം ഒരു എന്താ പറയുന്നേ, ഒരു സ്പെഷ്യൽ സാധനം അത്. ഗൈസ്, അപ്പൊ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എന്റെ കൂട്ടുകാരന് 1000 ജന്മദിന ആശംസകൾ ഞാൻ നേരുന്നു. ആരും നേരുന്നുണ്ട്. നിങ്ങളാ ഞങ്ങൾ കൊടുത്തിരിക്കുന്നു. അതെ അതെ, അകന്നിരിക്കും പ്ലീസ്. ശരി, ഇപ്പൊ അതുകൊണ്ട് നീക്കിട്ടേ. ഗൈസ്, അടുത്ത കിടല ഒരു വീഡിയോ കത്ത് കാണാം കേട്ടോ. ബൈ. ഒരു കാര്യം മറന്നുപോയി, മറ്റേ ബെല്ലൈക്കൺ തട്ടി വിടണേ. ഞാനത് മറന്നുപോയി കേട്ടോ. നല്ല നൻപൻ. ഗൈസ്, അടുത്ത വീഡിയോ കത്ത് രാവിലെ എന്താ പറയണ്ടോ? ബർത്ത്ഡേ അടിച്ചു പൊളിച്ച് ഇവരായിട്ട് ബിരിയാണി ഒക്കെ റമ്മ സ്പെഷ്യലായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ പോയി കഴിച്ച് റമ്മയ്ക്ക് സ്പെഷ്യൽ താങ്ക്സ്. അതെ, ഇതിനില്ല. അപ്പൊ അടുത്ത വീഡിയോ കത്താണ് ഗൈസ്. ചേട്ടാ എടാ, ഇവനെ തേച്ചടിച്ച് ഒളിപ്പിച്ചാരാ കേട്ടോ. എന്താ നോക്കിയില്ല പോടാ. ബർത്ത്ഡേ ഉണ്ട്, വെച്ചിട്ടുണ്ട്. അന്ന് മുങ്ങൂല്ല. പുള്ളിയാണേലും ഞാൻ വന്നിരിക്കും. ഞങ്ങളെല്ലാം മലമാണ്. പോടാ എടാ, പോടാ എടാ, പോയി കുളിക്കടാ, അടിച്ചിറങ്ങി കുളിക്കടാ. ഒന്ന് മാറ്റവാടാ. ഓ, എന്റെ പോലെ ഓടിക്കാ. நட்பு இருக்குமா நெஞ்சனை முத்து அட அச்சையதுக்கு மச்சான் பட்டைய கிளப்பு